നമസ്കാരം. കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേരുമംഗലത്ത് നിർമ്മാണത്തിൽ ഇരിക്കുന്ന ബിൽഡിംഗ് തകർന്നു വീണ സംഭവവുമായി ബന്ധപ്പെട്ട് BJP ED അന്വേഷണം ആവശ്യപ്പെട്ടു. BJP എറണാകുളം ജില്ലാ ഈസ്റ്റ് പ്രസിഡന്റ് PP സജീവിന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ സ്ഥലം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. ഒറ്റനോട്ടത്തിൽ തന്നെ ഈ വർക്കിൽ അഴിമതി കണ്ടെത്താനാവുമെന്ന് സംഘം വിലയിരുത്തി. എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവ്, കവളങ്ങാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ നെല്ലിമറ്റം, മുൻ കവളങ്ങാട് സെക്രട്ടറി പ്രസിഡന്റുമാരായ ON ഗിരി, PG ശശി, EN സഞ്ജീവൻ, മനോരമ എന്നിവർ അപകട സ്ഥലം സന്ദർശിച്ചു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 35,000 സ്ക്വയർ ഫീറ്റിൽ പണിയുന്ന ഈ ആയുർവേദ റിസോർട്ട് സമുച്ചയം 17.5 കോടി രൂപയ്ക്കാണ് നിർമ്മാണത്തിലിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനം തുടങ്ങി ആദ്യഘട്ടം പിന്നിടുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ റിസോർട്ട് സമുച്ചയം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നൂറുകണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്ന ഈ മേഖലയിൽ, ഈ സമുച്ചയത്തിൽ അവർക്ക് സുരക്ഷ നൽകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ മന്ദിരം ഇടിഞ്ഞ് പൊളിഞ്ഞു പോകുമ്പോൾ ഇവിടുത്തെ സഹകാരികളുടെ അവർ സ്വരൂപിച്ചു വച്ച സാമ്പത്തികമാണ് നഷ്ടമായി വരുന്നത്. സഹകാരികളെ ഏതൊരർത്ഥത്തിലും പീഡിപ്പിക്കുന്ന, പിഴിഞ്ഞെടുക്കുന്ന, അവരെ കൊന്നൊടുക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ സഹകരണ മേഖലയും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഏത് സഹകരണ മേഖല നോക്കിയാലും അനധികൃത നിർമ്മാണവും ആ നിർമ്മാണത്തിൽ തന്നെ അപാകതയും തുടർന്നു വരുന്ന സാമ്പത്തിക ക്രമക്കേടും കേരളത്തിലെ സാധാരണ സഹകാരികളെ കടക്കിണിയിലാക്കുന്ന രീതിക്ക് മാറുകയാണ്. അപ്പം അതിന് വേണ്ട നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബാങ്ക് പ്രസിഡന്റ് പറയുന്നത് ഇതിൽ സാമ്പത്തിക നഷ്ടം ബാങ്കിനില്ല എന്ന് പറയുന്നു. അപ്പം ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, ബാങ്ക് പ്രസിഡന്റിൻ്റെ കുടുംബത്തിൽ നിന്നാണോ 17.5 കോടി രൂപ കൊണ്ടുവന്നിട്ടുള്ളത്? അതേ ബോർഡ് മെമ്പർമാരുടെ കയ്യിൽ നിന്നാണോ? പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതുമല്ല എങ്കിൽ നഷ്ടം വന്നിട്ടില്ല എങ്കിൽ ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്ന 17.5 കോടി രൂപ എന്ന് പറയുന്നത് ഇവിടുത്തെ കള്ളപ്പണത്തിൻ്റെ കേന്ദ്രമായിട്ട് കവളങ്ങാട് കോഓപ്പറേറ്റീവ് ബാങ്ക് മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കള്ളപ്പണക്കാർക്ക് ഇടനിലക്കാരായി നിൽക്കുന്ന ബാങ്കുകളിൽ ഒന്നായിട്ട് കവളങ്ങാട് കോഓപ്പറേറ്റീവ് ബാങ്ക് മാറി, അതിൻ്റെ ഭരണസമിതി ഞങ്ങൾ മാറി എന്നാണ് കാണുന്നത്. ഇത്തരത്തിലുള്ള അഴിമതികൾ ഓരോ ഭാഗത്ത് നടക്കുമ്പോൾ അതിന് ശാശ്വതമായ പരിഹാരമുണ്ടാകണം, അന്വേഷണം നടക്കണം. കേരളത്തിലെ ഒരു ഏജൻസി അന്വേഷണം നടത്തിയാലും ഇതിന് വേണ്ട രീതിയിലുള്ള അന്വേഷണം നടക്കുകയില്ല. അപ്പോൾ ED അന്വേഷണം വേണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ED അന്വേഷണത്തിന് ശുപാർശ ചെയ്യേണ്ടി വരും. അത് പാർട്ടി അതിന് മുൻകൈ എടുത്തുകൊണ്ട് ED അന്വേഷണം നടത്തണമെന്നുള്ള നിലപാടിലേക്ക് പാർട്ടിയും ഈ കവളങ്ങാട് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ അനാസ്ഥയ്ക്കെതിരെ, സാമ്പത്തിക ക്രമക്കേടിനെതിരെ, അതിനപ്പുറമായിട്ട് ഇത്രയും വലിയ ഒരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ അനാസ്ഥയ്ക്കെതിരെ മുന്നോട്ട് വരണം എന്നാണ് EDയോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. അതിന് നിർദ്ദേശവുമായിട്ട് മുന്നോട്ട്. ഇവിടെ ഇവർ പറയുന്നത് വിജിലൻസ് അന്വേഷണം മതി എന്നാണ് പറയുന്നത്. കേരളത്തിലെ വിജിലൻസ് അന്വേഷണത്തിൽ ഇതിൻ്റെ അപാകത കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇവിടുത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇതിൻ്റെ സിമെൻറ്റ് കട്ടയും ഇതിൻ്റെ കോൺക്രീറ്റും ഇതിൻ്റെ കമ്പികളും ഇതിൻ്റെ സിമെൻറ്റിൻ്റെ മിക്സുമൊക്കെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ അതിന് വേണ്ടത്ര രീതിയിലുള്ള കൂട്ട് ഇല്ല, മിക്സിന് ആവശ്യമായിട്ടുള്ള കൂട്ടില്ല, അത് കമ്പികളിൽ ആവശ്യമായിട്ടില്ല. പൈപ്പുകൾ എന്ന് പറയുന്നത് വാഴപ്പിണ്ടിയുടെ രീതിയിലുള്ള പൈപ്പുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കുവാൻ കഴിയുന്ന അന്വേഷണം ഇപ്പോൾ തന്നെ നടക്കണം. ആ അന്വേഷണം നടത്തിയാൽ മാത്രമാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടത്തുക. ഇപ്പോൾ ഇവിടെ രാവിലെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏജൻറ്റുമാർ ഇവിടെ വന്നുകൊണ്ട് ഈ പൊളിഞ്ഞു വീണ് കിടക്കുന്ന വസ്തുക്കൾ മാറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്ന രീതിയിലേക്ക് മാറി. ഇവിടുത്തെ നാട്ടുകാർ അത് തടയുന്ന ഒരു അന്തരീക്ഷമുണ്ടായി. കാരണം ആ രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ തഹസിൽദാരും കളക്ടറും ഇവിടെ അടിയന്തരമായിട്ട് ഈ പ്രദേശത്ത് വന്ന് ഇതിന് ഉചിതമായ നിലപാടെടുക്കണം. കളക്ടർ എത്തേണ്ടിയിരിക്കുന്നു, തഹസിൽദാർ എത്തേണ്ടിയിരിക്കുന്നു. ഇവിടെ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിന് തൊട്ടപ്പുറമായി കിടക്കുന്ന ബിൽഡിങ്ങിലാണ്, നാശോന്മുഖമായി കിടക്കുന്ന ബിൽഡിങ്ങിലാണ് നൂറുകണക്കിന് ഇവിടുത്തെ അന്യസംസ്ഥാന തൊഴിലാളികൾ ജീവിക്കുന്നത്. അവരുടെ ജീവന് ഭീഷണിയാണ്. ഈ നിമിഷം തന്നെ അവരെയും ഇവിടുന്ന് മാറ്റിയില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഈ നാട്ടിൽ നേരിടേണ്ടി വരും. മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ പോലീസും ഒത്താശ ചെയ്യുന്നതുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും അതിൻ്റെ മുന്നോടി പോരാളായിട്ട് വരും. ഭാരതീയ ജനതാ പാർട്ടിയും അതിനോടൊപ്പം ഉണ്ടാകും. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമരപരിപാടിയിലേക്ക് പോകണം. അന്വേഷണം നടക്കണം, ED അന്വേഷണം നടക്കണം.
ഇവിടെ നടക്കുന്ന കള്ളപ്പണത്തിൻ്റെ ഉറവിടങ്ങൾ കണ്ടെത്തണം. ആ കള്ളപ്പണത്തിൻ്റെ ഏജന്റുമാരാണ് ഇവിടുത്തെ ബാങ്ക് പ്രസിഡന്റ്, ബോർഡ് മെമ്പർമാർ എങ്കിൽ അവരെ കഴുത്തുറങ്കിലടയ്ക്കുന്നവരെയുള്ള നിലപാടുകളിലേക്ക് മുന്നോട്ട് പോകാൻ BJP തയ്യാറാകും എന്നാണ് ഈ സമയത്ത് പറയാം.